തമിഴിൽ വളരെ ലീഡിങ് ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള മറ്റൊരു മ്യൂസിക് ഡയറക്ടറിന്റെ പാട്ടിലൂടെയാണ് തമിഴിൽ അരങ്ങേറ്റം കുറിച്ചത് നിഖിൽ. ഹാരിസ് ജയരാജ് സാറിന്റെ പാട്ട് അല്ലേ? ഹൗ ഇസ് ദാറ്റ്? അത് മറ്റേ ഞാനൊരു റിയാലിറ്റി ഷോയിലെ വിന്നറായിരുന്നു. സോ അത് വിൻ ചെയ്യുന്ന ആൾക്ക് സാറിന്റെ മൂവിൽ പാടാൻ ഒരു അവസരം ഉണ്ടായിരുന്നു. അതിന്റെ ഒരു സമ്മാനം, പാർട്ട് ഓഫ് ദാറ്റ് കോമ്പറ്റീഷൻ. സോ അങ്ങനെയാണ് ഞാൻ സാറിനെ അപ്രോച്ച് ചെയ്തത്. അതുപോലെ തന്നെ പാട്ടിന്റെ ഡ്യൂറ്റ് പാടിയിരിക്കുന്ന സാധന സർക്കം മേഡമാണ് കൂടെ പാടിയേക്കുന്നത്. അതും ഒരു വലിയ ഭാഗ്യമാണ്. കാരണം ഭീമ എന്ന് പറഞ്ഞ മൂവിയിൽ വിക്രത്തിന്റെ വിക്രം. ഹൗ ഇസ് ഇറ്റ് വർക്കിംഗ് വിത്ത് ഹാരിസ് സർ? ഹാരിസ് സാർ പറഞ്ഞ പോലെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അദ്ദേഹം. Really? ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അദ്ദേഹം. എന്താ പറയുക, ഇപ്പം അറിയാം, ഇപ്പോൾ ഉള്ള കാലഘട്ടത്തിൽ നമ്മളിപ്പം സ്റ്റുഡിയോയിൽ പാടി ശ്രുതി തെറ്റി പാടിയെങ്കിൽ നമ്മളത് ഓട്ടോ ട്യൂൺ ചെയ്ത് ശ്രുതിയിലാക്കും. പക്ഷെ അദ്ദേഹം അങ്ങനത്തെ കോൺസെപ്റ്റേ ഇല്ല. ശ്രുതി തെറ്റിച്ച് പാടിയാൽ നീ ശ്രുതി പാടുന്നവരെ പുള്ളി പാടിക്കും. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഇൻ ദ ലോങ് റൺ നമ്മുടെ സിംഗിങ് നന്നാവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം അല്ലേ? അപ്പം ഹാരിസ് സാറിന് വേണ്ടി പാടിയ പാട്ട് നമുക്ക് ഇവിടെ ഡ്യുവറ്റിൽ പാടണ്ടേ? തീർച്ചയായിട്ടും. പ്ലീസ് ഡു ദാറ്റ് ഫോർ us. எனதுயிரே எனதுயிரே எனக்கெனவே நீ கிடைத்தாய். எனதுறவே எனதுறவே கடவுளை போல் நீ முளைத்தாய். நெடும் சாலையில் படும் பாதம் போல் சேர்கிறேன் வாழும் காலமே. வரும் நாட்களே தரும் பூக்களே நீளுமே காதல் காதல் வாசமே. எனதுயிரே எனதுயிரே எனக்கெனவே நீ கிடைத்தாய். எனதுறவே எனதுறவே கடவுளை போல் நீ முளைத்தாய். இனி இரவே இல்லை கண்டேன் உன் விழிகளில் கிழக்கு திசை. இனி பிரிவே இல்லை அன்பே உன் உலரலும் எனக்கு இசை. இனிமேல் நமது இதழ்கள் இணைந்து சிரிக்கும் ஓசை கேட்குமே. நெடுநாள் நிலவும் நிலவின் கலங்கம் துடைக்க கைகள் கோர்க்குமே. ஒரு வாக்கினாய் அதிகாலை ஆகவே நீ என் வாழ்வின் மோட்சமே. எனதுயிரே எனதுயிரே எனக்கெனவே நீ கிடைத்தாய். எனதுறவே எனதுறவே கடவுளை போல் நீ முளைத்தாய். நெடும் சாலையில் படும் பாதம் போல் சேர்கிறேன் வாழும் காலமே. வரும் நாட்களே தரும் பூக்களே நீளுமே காதல் காதல் வாசமே. താങ്ക് യു. ബ്യൂട്ടിഫുൾ. താങ്ക് യു ഫോർ ഡൂയിങ് ദിസ് ഓൺ ഡ്യുവറ്റ്. നല്ലൊരു ഭയങ്കര സുഖം കേട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിനൊക്കെ ഒരു ഉണർവ് വന്നു. ആബ്സല്യൂട്ട്ലി നൈസ്. നിഖിൽ ഇപ്പോൾ പറഞ്ഞു, നിഖിലിൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് റഹ്മാൻ സർ, രാജ സർ പോലുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം റഹ്മാൻ സാറിൻ്റെ പാട്ട് പാടി രാജ സാറ്
മലയാളം, തമിഴ്, ഹിന്ദിയിലൊക്കെ ഒരുപാട് അടിപൊളി പാട്ടുകൾ നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. അപ്പം വാട്ട് കൈൻഡ് ഓഫ് സോങ് വുഡ് യു ലൈക്ക് ടു ഡു ഫോർ us now? ഇപ്പൊ രാജസ്ഥാൻ്റെ ഒരു പാട്ട് പാടാൻ പറഞ്ഞ എങ്ങനത്തെ ഒരു പാട്ടാണ്? എനിക്ക് രാജസ്ഥാൻ്റെ ഒരു ഹിന്ദി സോങ് പാടാൻ ഭയങ്കര താല്പര്യം. സത്മ എന്ന് പറഞ്ഞ മൂവി, അതിൽ സുരേഷ് വാഡ്കർ ജി പാടിയൊരു പാട്ടാണ് ഏ ജിന്ദഗി കെ ലേ ലഗാ ലേ. Let's hear that song now. जिंदगी गले लगा ले, ए जिंदगी गले लगा ले, हमने भी तेरे हर एक गम को गले से लगाया है ना, ए जिंदगी गले लगा ले, ए जिंदगी. हमने बहाने से चुपके जमाने से पलकों के पर्दे में घर भर लिया, हमने बहाने से चुपके जमाने से पलकों के पर्दे में घर भर लिया, तेरा सहारा मिल गया है जिंदगी, ला 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 ला, तेरा सहारा मिल गया है जिंदगी, ए जिंदगी गले लगा ले, ए जिंदगी गले लगा ले, हमने भी तेरे हर एक गम को गले से लगाया है ना, ए जिंदगी गले लगा ले, ओ गले लगा ले, ओ गले लगा ले. അടിപൊളി അടിപൊളി താങ്ക് യു. ശരിക്കും.